താമരക്കുളത്തിൻ്റെ നടുക്കുള്ളൊരമ്പലം അങ്ങോട്ടേക്കാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ അമ്പലത്തിൽ പോകാനുള്ളൊരു റെഡിയാവലിലാണ്. ഇന്നൊരു അമ്പല ദർശനം ഡേ ആണ് കേട്ടോ. കുറേ നാളായി ഞാൻ കണ്ണൊക്കെ ഒന്ന് എഴുതിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അമ്പലത്തിലോട്ടൊക്കെ പോകുന്നല്ലേ, കണ്ണൊക്കെ എഴുതി നല്ല സുന്ദരിയായിട്ട് പോവാം. അപ്പം ഞാൻ കണ്ണൊക്കെ എഴുതി റെഡിയായി മുടി കെട്ടുന്ന കാര്യമാണ്. ഇപ്പോഴും ഇതാണ് ഒരു കൺഫ്യൂഷനായിട്ട് എനിക്കുള്ളത്. എന്നാലും നമ്മുടെ മെയിൻ ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൽ പോകുമ്പോൾ ഇതാണ് കേട്ടോ. അങ്ങനെ മുടിയൊക്കെ കെട്ടി പൊട്ടൊക്കെ തൊട്ട് സുന്ദരിയായി നമ്മൾ വേഗം തന്നെ ഇറങ്ങിട്ടോ. കറക്റ്റ് നമ്മൾ മൂകാംബികയിലോട്ടാണ് കേട്ടോ പോണേ. കറക്റ്റ് അടയ്ക്കാറായപ്പോഴാണ് നമ്മൾ അവിടെ എത്തിയത്. വേഗം തന്നെ കയറി തൊഴുതോളാൻ പറഞ്ഞു. ആരും ഉണ്ടായിരുന്നില്ല, സമാധാനമായിട്ട് തൊഴുത് ഇറങ്ങാൻ പറ്റി. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ താമരക്കുളത്തിൻ്റെ നടുക്കുള്ളൊരു അമ്പലം. അമ്പലമാണ് കേട്ടോ വിരിഞ്ഞ് നിൽക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ താമരയുണ്ട് കേട്ടോ. പണ്ട് ചെറുതിലേ ഇങ്ങനെ വരുമ്പോൾ അന്ന് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് അമ്പലത്തിൽ വരാൻ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ച് താമരയും കാര്യങ്ങളും ഉണ്ടാവും, നല്ല മീനുകളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ കുളം കണ്ടു കഴിഞ്ഞാൽ അവിടേക്കൊന്നും എത്തി നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. നിറയെ മീനുകൾ കുളത്തിലും ഉണ്ടായിട്ട്. അങ്ങനെ നമ്മൾ നേരെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലോട്ടാണ് വന്നത്. നമ്മൾ തൊഴുതിറങ്ങിയതും ഭയങ്കര മഴയായിരുന്നു കേട്ടോ അവിടെ. എനിക്കാണെങ്കിൽ വിശന്നിട്ട് പാടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അവിടെ പായസം കൊടുക്കണോണ്ട് ഞാൻ പോയി പായസം മേടിച്ച് കഴിച്ചിട്ടാണ്. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. നല്ല മഴയായിരുന്നു. നമ്മളൊരു കുട പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നനഞ്ഞ് കുളിച്ച് നമ്മൾ അന്നദാനം കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ഇവിടുത്തെ അന്നദാനത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ പായസമൊക്കെ കുടിച്ച് വീട്ടിലോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.